ഹലോ, അപ്പം നമുക്ക് ലഞ്ച് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഇതൊക്കെയാണ് ഞങ്ങളുടെ വയറ്റിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ അയലയുണ്ട്, കൂന്തലുണ്ട്, പിന്നെ ഒരു മുരിങ്ങാക്കറിയും വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അയല പൊരിക്കാനും കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാനും പിന്നെ മുരിങ്ങ കൊണ്ട് മുരിങ്ങയും പരിപ്പ് ഇട്ടിട്ടുള്ള പച്ചക്കറിയില്ലേ അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂന്തലിന് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതേസമയം നമ്മുടെ അയലയിൽ മഞ്ഞളും ഉപ്പും മുളകും ഒക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുരിങ്ങയെ കട്ട് ചെയ്തിട്ട് പീസ് ആക്കി എടുക്കാം. എന്നിട്ട് മുരിങ്ങാക്കറിയും കൂടെ ഇവിടെ വെക്കാല്ലേ. നമ്മുടെ കൂന്തലിന് വേണ്ട ബാക്കി ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ തക്കാളിയും നമ്മുടെ മുരിങ്ങാക്കറിക്കും ഇതൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ രണ്ടിനും കൂടി വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂന്തൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇതേ കുക്കർ തന്നെ കഴുകിയിട്ട് അതിൽ ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചു മുരിങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ പരിപ്പ് വേവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അയില പൊരിച്ചെടുക്കാമല്ലേ. അപ്പോൾ അയില പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ അയില പൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കൂന്തലും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കൂന്തൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, തക്കാളി ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യണം, വാട്ടിയെടുക്കണേ. എന്നിട്ട് നമ്മൾ പൊടികളായിട്ട് അധികം പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. മുളക് പൊടിയും മഞ്ഞൾ പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. സാധാരണ ചിക്കൻ മസാലയും ഗരം മസാലയും പിന്നെ നമ്മുടെ മല്ലിപ്പൊടി എല്ലാം ഇടാറുണ്ട്. ഇന്ന് അതൊന്നും ഇട്ടിട്ടില്ല. ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൂന്തലിന്. അപ്പം നമ്മുടെ ലഞ്ച് ഇവിടെ റെഡിയായി. ചോറ് നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അയല പൊരിച്ചത്, അയലയുടെ തലയും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ പ്ലേറ്റിലിടുന്നില്ല. അത് കുറേ കഴിഞ്ഞിട്ട് എനിക്ക് മാത്രം തിന്നാൻ വേണ്ടിയിട്ടില്ല. അതിവിടെ വേറെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ കൂന്തലിത, പിന്നെ നമ്മുടെ പച്ചക്കറിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബായ്.